നീ എന്ത് പണിയാ മോനെ കാണിക്കുന്നത്? അല്ല, ഞാനിവിടെ വേറൊരു അത്യാവശ്യം. എന്താ അത്യാവശ്യം? നീ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതാകരുത് കേട്ടോ. നീ എത്ര ദിവസമായിട്ട് വീട്ടിൽ പണിക്ക് വരാന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോടാ? തിരക്കായിരുന്നു തന്നെ എനിക്ക്. തിരക്ക് കള്ളു കുടിക്കാൻ നിനക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ. പണി വല്ലതും ചെയ്ത് വല്ല കാശുണ്ടാക്കാൻ അവന് സമയമില്ലാത്തത്. അല്ല അതല്ല, അതെ, ഞാൻ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് എറണാകുളം വരെ പോവാ. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യ്. ഞാനൊരു ചെക്ക് തരാം. നീ ബാങ്കിൽ പോയത് മാറിയിട്ട് കറക്റ്റ് ആയിട്ട് ക്യാഷ് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. സമ്മതിച്ചോ? സമ്മതിച്ചു. ദൈവത്തെ ഓർത്ത് വേറെ വഴിക്കൊന്നും പോകരുത്. ക്യാഷ് ഇഷ്ടം പോലെ ആവശ്യമുള്ള സമയാ. അതെ, ഇതാണ് ചെക്ക്. ബാങ്കിൽ ഒപ്പിട്ടിട്ട് വേണം ക്യാഷ് വാങ്ങാൻ. പിന്നെ 1 2 രൂപയൊന്നുമല്ല, 10,000 രൂപയാണുള്ളത്. വളരെ സൂക്ഷിച്ചു വേണം വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ. ഓക്കെ ആണല്ലോ? കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഒരുപാടുള്ള സമയം അറിയാലോ. അറിയാം. ബാക്കിൽ ഒപ്പിടുക, ചെക്ക് കൊടുക്കുക, ക്യാഷ് മേടിക്കുക, ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് ചേച്ചിട്ട് കൊടുത്താൽ. ബാക്കിൽ ഒപ്പിടുക, ചെക്ക് കൊടുക്കുക, പൈസ വാങ്ങിക്കുക, ഭദ്രമായിട്ട് വെക്കുക, ചേച്ചി അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? എന്നാ പോയിട്ട് വരാം. നിന്നെ 1 2 രൂപയൊന്നും അല്ല, 10,000 രൂപയാണുള്ളത്. കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള സമയമാണ്. നീ ചതിക്കരുത്. എനിക്കൊട്ട് സമയം ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. മുതലാളി ഒന്ന് പോയേ, എന്നെ പേടിപ്പിക്കാൻ. ചുമ്മാ വേറെ പണിയൊന്നുമില്ല. സൂക്ഷിച്ചോണേ. 1 2 രൂപയല്ല, 10,000 രൂപയാണ്. കള്ളന്മാരുള്ള സമയമാണ്. കേട്ടല്ലോ? എന്താക്കോ എന്തോ ഇവൻ. ഓക്കെ, ഞാൻ അയച്ചു. ഞാനതവിടെ ക്ലിയർ ചെയ്തോളാം. പ്രോബ്ലം ഒന്നുമില്ല. നോ പ്രോബ്ലം. പിന്നെ സാറേ നമസ്കാരം. ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താണോ സാറേ? നമസ്കാരം. നമസ്കാരം. ഈ ചെക്ക് മടങ്ങിയ കുഴപ്പമുണ്ടോ സാറേ? പിന്നെ ചെക്ക് മടങ്ങിയ വലിയ പ്രശ്നമല്ലേ? പ്രശ്നമാണോ? പിന്നെ അയ്യോ, എന്നാ ഞാൻ പോവാ. അതന്നെ അതന്നെ. അല്ല, ഞാൻ കൊണ്ടുവന്ന ചെക്ക് മടങ്ങിപ്പോയി സാറേ. ഓ എന്റെ എടോ താൻ ചെക്ക് കൊണ്ടുവന്ന് എന്തിനാ? ഇത് പൈസ മാറാൻ. മുതലാളി പറഞ്ഞു ഇത് കൊടുത്തിട്ട് പൈസ മാറാൻ പറഞ്ഞു. പൈസ മാറാം. ഓക്കെ, എന്തോന്നാടോ ഇത്? എന്താ? ഒരു ചെക്ക് ഉണ്ടെന്ന കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട്. എന്ത് മര്യാദ? മറുഭാഗത്ത് സൈൻ ചെയ്യണം, ഒപ്പിടണം. ഒപ്പിട്ടുണ്ടോ? അച്ഛല്ലേ സാറൊരു പേനയിങ്ങനെ. പേനൊന്നുമില്ല, അവിടെ പോയി ചോദിക്കും. ചേട്ടാ ഒരു പേനയിങ്ങനെ. ഇത്രയും കേസേ ഉള്ളു. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ ഒപ്പിട്ട്. ഞാൻ ക്ലിയർ ചെയ്തോളാം. ഇന്നാ പിടിച്ചോ. ഇനി ആ പൈസ ഇങ്ങനെ കൊണ്ടോ. ഫോട്ടോ ഏതേ? സൂക്ഷിച്ചോണേ. 1 2 രൂപയല്ല, 10,000 രൂപയാണ്. കള്ളന്മാരുള്ള സമയമാണ്. കേട്ടല്ലോ? സൂക്ഷിച്ചോണേ. 1 2 രൂപയല്ല, 10,000 രൂപയാണ്. കള്ളന്മാരുള്ള സമയമാണ്. കേട്ടല്ലോ? ഞാനാണ് ഈ പൈപ്പ് ഇവിടെ കൊണ്ട വെച്ചത്. ഈ പൈപ്പ് ഏതെങ്കിലും പിടിക്കാൻ പറ്റുന്നു. അയ്യോ അയ്യോ അയ്യോ, ഓടി വരണേ. അയ്യോ, എന്റെ പൈസ തട്ടിപ്പറിക്കാൻ വരുന്നേ. നിന്റെ പൈസ തട്ടിപ്പറിക്കാൻ വന്നത് ഞാൻ എങ്ങനെയാണ്? നിന്റെ പൈസ പിന്നെ താരെന്തിനാ എന്നെ തല്ലിയത്? ഒപ്പിടാൻ പേന മേടിച്ച തരാൻ പാടില്ല. ഈ പപ്പടം നിനക്ക് അറിയാൻ പാടില്ലടാ. അയ്യേ, അകത്തേക്ക് വന്നാ കടിക്കുവോ? ആര്? അല്ല, പട്ടി പറ്റി കിടക്കുന്ന സൗണ്ട് കേട്ടോണ്ട് ചോദിച്ചതാ. രാഗം ഇത്ര വിസ്തരിക്കണ്ടായിരുന്നു. അകത്തേക്ക് പോന്നോളൂ. ഇവിടെ താനിങ്ങനെ ബില്ല് പോലെ ഇവിടെ എനിക്കെന്ത് മനസ്സിലാകും? നിക്കാനോ ഇരിക്കാനോ രണ്ടിലൊന്നും ഉറപ്പിച്ചു പറ. അവിടെ ഇരിക്കണോ? നമസ്കാരം. എന്നെ മനസ്സിലായോ? എവിടെയോ നല്ല ഇല്ല ഇല്ല, മനസ്സിലായിട്ടില്ല. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുക. സുപ്രസിദ്ധ സംഗീത സംവിധായകൻ സുന്ദരൻ. അത്ര വിനയം വേണ്ട. സുപ്രസിദ്ധ സുന്ദരൻ. ഞാന്
വീട് കണ്ടുപിടിക്കാൻ കണ്ടമാനം ബുദ്ധിമുട്ടി. സുപ്രസിദ്ധ സംഗീത സംവിധായകന്റെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയെന്നു പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. വായിച്ചായിരുന്നു ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തുമെന്ന്. എടാ അത് അപ്പുറത്തെ ഡോക്ടറുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. ആരോ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ആരാ വെച്ചെന്ന് ഞാൻ കണ്ടില്ല. നോട്ടം കണ്ടിട്ട് എന്നെ സഹോദരനെ പോലെ കാണണം കേട്ടോ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ട്യൂൺ ചെയ്യാനാ. ഭാര്യയില്ല, അവള് പോയി. പാട്ട് ട്യൂൺ ചെയ്യാനാന്ന്. ഈ പകല് വന്നപ്പോഴേ ഞാൻ ഓർത്തു പാട്ട് ട്യൂൺ ചെയ്യാൻ വന്നാന്ന്. ചേട്ടനുള്ളപ്പോ ഞാൻ വരാറില്ല. രാത്രി വന്ന നമ്മളൊക്കെ നേരെ വാ അടുക്കള വഴി പോകും. ആ സൈസ് പരിപാടിയല്ലേ ഉള്ളൂ. എന്താ അല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സംഗീതമാണ് വർഷങ്ങളായിട്ട് എൻ്റെ ബിസിനസ്. ഒരുപാട് കാസറ്റുകൾ, ഒരുപാട് ആൽബങ്ങൾ, ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ, ഒരുപാട് സിനിമാ ഗാനങ്ങൾ, ഗാനലോകത്ത് നീന്തി തുടിക്കുന്ന ഒരു പയ്യനാണ് ഞാൻ. ഇപ്പൊ പ്രായം 40 കഴിഞ്ഞെങ്കിലും പയ്യൻ എന്ന് ഞാൻ തന്നെ എന്നെ വിളിക്കാറുണ്ട്. തീർച്ചയായും. അപ്പൊ ഞാൻ വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 86-ലാണ് ഈ സംഗീത ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് തൊട്ട് വച്ചടി കയറ്റമാണ്. ബിസിനസ്സോ? അല്ല, കടം. പിന്നെ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തീർക്കണ്ടേ? ഈ കടം തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ 2005 എന്റെ ഫസ്റ്റ് ഡിവോഷണൽ പുറത്തിറങ്ങി. ചെയ്യാറില്ല, ഇംഗ്ലീഷ് ആയിരുന്നു. അല്ലെ ഭക്തിഗാനം. ഡിവോഷൻ എന്ന് വെച്ചാൽ ഭക്തി. യു നോ? യെസ്. അപ്പൊ ഈ ഡിവോഷണൽ ഗാനത്തിന്റെ പേര് നാഥ. അത്ര കടുപ്പം വേണ്ട, നാഥ എന്ന കാസറ്റ് പുറത്തിറങ്ങി. ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ലാഭം കിട്ടി കാണുമല്ലോ. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നഷ്ടം എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. അപ്പൊ ഈ ഫ്ലോപ്പ് ആണ് ഈ കാസറ്റ് സംഭവിച്ചു പോയി. അതിനുശേഷം തൊട്ടുപുറകെ അടുത്ത വർഷം എന്റെ രണ്ടാമത്തെ കാസറ്റ് പുറത്തിറങ്ങി, നീ എന്നെ മറന്നോ നാഥ. ആ കാസറ്റ് പിന്നെ നമുക്ക് ഒരുവിധം നല്ല നഷ്ടമായി പോയി. അത് കഴിഞ്ഞിട്ട് ഉടനെ എന്റെ അടുത്ത കാസറ്റ് പുറത്തിറങ്ങി. ഞാൻ നാഥ എന്നോട് ഇത് വേണ്ടായിരുന്നു. ആ കാസറ്റ് കൊണ്ടാണ് എൻ്റെ വീടും എൻ്റെ കാറും എല്ലാം കരക്കാരും കൊണ്ടുപോയത്. ഉടനെ ഞാൻ മൂന്നാമത്തെ കാസറ്റും കഴിഞ്ഞ് 4ാമത്തെ കാസറ്റ് പുറത്തിറങ്ങി. ഒന്ന് പോനാഥ. നാഥനുമായിട്ട് ഞാനങ്ങ് പിണങ്ങി. ഈ കാസറ്റ് എല്ലാം ഭയങ്കര ലോസ് ആയി പോയില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ നാഥനെ പിടിക്കേണ്ട കേസ് എന്താണ്? അല്ല, നാഥനല്ലാതെ വേറെ ഒടിവ്, ചതവ്, മുറിവ് എന്നൊക്കെ പറഞ്ഞ് 3-4 കാസറ്റുകൾ ഇറക്കി ക്രിസ്ത്യൻ ഡിനോഷണൽ ഒരു രക്ഷയില്ല. അയ്യപ്പനെ പിടിച്ചുകൂടെ? അയ്യപ്പനെ ഞാൻ എങ്ങനെ പിടിക്കാൻ? അയ്യപ്പൻ ലാഭകരമാണോ? പിന്നെ അയ്യപ്പൻ ലാഭകരമല്ലേ? സുഖമായിട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം കാസറ്റ് ഇറക്കിയത് കേട്ടത് കാസറ്റ് 3000 കാസറ്റ് പോയില്ലേ? കഴിഞ്ഞ വർഷം 3000 കാസറ്റ് പോയോ? പിന്നെ അതെങ്ങനെയാ? കാസറ്റ് കട തുറന്നു വെച്ചിട്ട് ആ പയ്യൻ ചായ കുടിക്കാൻ പോയി. ആരാണ്ട് കള്ളന്മാരെ ഒന്ന് എടുത്തോണ്ട് പോയി. 3000 കാസറ്റ് പോയി. നമുക്ക് ഇത്തവണ ഒരു അയ്യപ്പൻ ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അയ്യപ്പൻ എളുപ്പാ, ഈസിയാ. അയ്യപ്പൻ എളുപ്പമായിട്ട് കാര്യമില്ല, നമുക്ക് എളുപ്പമാവണം. എളുപ്പമാകും. എങ്ങനെ? ഒരു പച്ച ഇരുമുടി കെട്ട്, വെള്ള, നീല, മഞ്ഞ, അങ്ങനെ 4 സൈസ് ഇരുമുടി കെട്ടും. എന്തിനാ 4 സൈസ് ഇരുമുടി കെട്ട്? ഒരു ഫ്രെയിം ബ്യൂട്ടി വേണ്ടേ? ഫ്രെയിം ബ്യൂട്ടി. വെരി ഗുഡ്. അപ്പൊ എന്നിട്ട് 4 പേരുടെ തലയെ വെച്ച് കൊടുത്ത് നമ്മൾ തൊടുപുഴ ഏതെങ്കിലും റബ്ബർ തോട്ടത്തിൽ പോവുക. അപ്പൊ നമുക്ക് ശബരിമലയിൽ പോയി ഷൂട്ട് ചെയ്യണ്ടേ? ഇതൊക്കെ ആരാടാ ഈ തിക്കിലും തിരക്കിലും ശബരിമലയിൽ പോണത്? ഈ തൊടുപുഴ കാട്ടി പോയാൽ മതി. ശരണം വിളിച്ചോണ്ട് നേരെ ഷൂട്ട് ചെയ്യുക, കാസറ്റ് ഇറങ്ങുക. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. അഡ്വാൻസ് എത്രയാണാവോ? ഒരു 5000 രൂപ. 5000 അല്ലേ? 5000. എന്താ ഇത്? കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് എഴുതി വെക്കുന്നതാ. പിന്നെ അവസാനം നമ്മൾ മറന്നുപോയേ. അതുകൊണ്ട് അപ്പൊ നമുക്ക് പറഞ്ഞോളൂ, അയ്യപ്പൻ നമുക്ക് ഒറിജിനൽ അയ്യപ്പന്റെ ചായ ഉള്ള അയ്യപ്പനെ വെച്ച് തർത്താൻ പറ്റുമോ? താനെന്താ ഒറിജിനൽ അയ്യപ്പനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ള കാര്യമല്ല, ടിവിക്കകത്തൊരു അയ്യപ്പനല്ലേ? ടിവിക്കകത്തുള്ള അയ്യപ്പനെ വെച്ച് ഒരു അയ്യപ്പന്റെ ആൽബം ഇറക്കിയാൽ ചിലപ്പോൾ ലാഭം കിട്ടാം. ഒറിജിനൽ അയ്യപ്പനെ വെച്ച് ആൽബം ഇറക്കാൻ നോക്കണ്ട. എന്താ? ആ അയ്യപ്പനൊക്കെ ഞാൻ എന്നേ ആൽബം ഇറക്കി.